തിരുവനന്തപുരം മംഗലപുരത്ത് കൊല്ലപ്പെട്ട ഭിന്നശേഷിക്കാരി ബലാത്സംഗത്തിനിരയായതായി കണ്ടെത്തി. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുള്ളതായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. അതേസമയം വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. പ്രതി തൗഫീഖിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് 69 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ വയോധിക ബലാത്സംഗത്തിനിരയായ വിവരം പുറത്തുവന്നത്. ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും കണ്ടെത്തി. വയോധിക വീഴുകയും വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതവുമാണ് മരണകാരണം. പുലർച്ചെ പൂജയ്ക്കുള്ള പൂവെടുക്കാൻ പോയപ്പോഴാണ് കൃത്യം സംഭവിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മുഖത്തെ മുറിവിന്റെ പാടും കീറിയ നിലയിലെ വസ്ത്രങ്ങളും ഭിന്നശേഷിക്കാരിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നതിന് പ്രധാന കാരണമായി. നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് പോലീസിനെ പ്രതിയായ തൗഫീഖിലേക്ക് എത്തിച്ചത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോത്തങ്കോട് വെച്ചാണ് പ്രതി പിടിയിലായത്. പോസ്കോ കേസിലെ പ്രതി കൂടിയാണ് തൗഫീഖ്. മോഷണ വണ്ടിയുമായി എത്തിയാണ് പ്രതി കൃത്യം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. തൗഫീഖിൽ നിന്നും കൊല്ലപ്പെട്ട ഭിന്നശേഷിക്കാരിയുടെ സ്വർണ്ണക്കമ്മലും പോലീസ് കണ്ടെടുത്തു. ആദ്യം കവർച്ച മാത്രം നടത്തിയെന്നാണ് തൗഫീഖ് പോലീസിനോട് സമ്മതിച്ചത്. പിന്നീട് പോസ്റ്റ്മോർട്ടം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബലാത്സംഗം ചെയ്തതെന്ന് പ്രതി തൗഫീഖ് സമ്മതിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.